ലൈംഗിക പീഡന ആരോപണങ്ങളെ തുടർന്ന് നാണം കെട്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി. AICC നേതൃത്വം രാജി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സ്ഥാനമൊഴിഞ്ഞത്. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും പരാതിയും ആക്ഷേപവുമുള്ളവർ തെളിവുമായി വരണമെന്നും രാഹുൽ പറഞ്ഞു. ആ യുവനടി എൻ്റെ അടുത്ത സുഹൃത്താണ്. അവരെന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വിശ്വസിക്കുന്നുമില്ല. അവർ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മാധ്യമങ്ങളാണ് എൻ്റെ പേര് കൊടുത്തു നിൽക്കുന്നത്. അവർ എൻ്റെ പേര് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തിരിച്ചും മറിച്ചും അങ്ങയുടെ മാധ്യമ സ്ഥാപനം ഉൾപ്പെടെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടും അവരെൻ്റെ പേര് നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാനും അത് കണ്ട ഒരാളെന്ന നിലയിൽ മനസ്സിലാക്കുന്നത്. ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമപരമായ സംവിധാനത്തിനകത്ത് എനിക്കെതിരായിട്ടൊരു പരാതിയുണ്ടോ? ഇനി പരാതി ആർക്കും കൊടുക്കാം. അപ്പം നിങ്ങൾക്കെതിരെ എനിക്കും പരാതി കൊടുക്കാം. എനിക്ക് പരാതി ചമപ്പിക്കാനും പറ്റും. അതെല്ലാം ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് അതൊക്കെ പറ്റും. അങ്ങയോട് ആരെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ? അപ്പം ഞാൻ ചോദിക്കുന്നത് അങ്ങയോട് ആരെങ്കിലും ഈ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അങ്ങനെ ഒരു ഇപ്പം അങ്ങ് സൂചിപ്പിക്കുന്ന പോലെ ഗർഭചിത്രം നടന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി അങ്ങയുടെ മുന്നിൽ വന്നിട്ടുണ്ടോ? ഒരു പരാതി വന്നാൽ ഞാൻ അതിന് മറുപടി പറയാം. വിനീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, ഇപ്പോൾ കൂടുതൽ നിയമക്കുരുക്കുകൾ കൂടി ഉണ്ടാവുകയാണ്. മറ്റ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, തീർച്ചയായിട്ടും നിലവിൽ രാഹുൽ മാങ്കൂട്ടം പരാതിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് താൻ ഇപ്പോൾ സേഫ് ആണെന്നുള്ള ചിന്തയിലാണ് നിലനിൽക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അദ്ദേഹത്തിനെതിരെ ഏതൊരു അല്ലെങ്കിൽ നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന പ്രതികരിച്ച യുവനടിയോ ഏതൊരു തരത്തിലുള്ള പരാതിയും നൽകിയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ പേര്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പോലും പരാമർശിക്കാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും വളരെ സേഫാണ് എന്ന ചിന്താഗതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. പല ഘട്ടങ്ങളിലും അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കള്ളം പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്. നമുക്കറിയാം, അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവച്ചിട്ടില്ല എന്ന് ആദ്യ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നു. അതിന് തൊട്ട് ഏറ്റവും അവസാനമെത്തുമ്പോൾ, മാധ്യമപ്രവർത്തകരോടുള്ള പ്രതികരണം അവസാനത്തേക്ക് എത്തുമ്പോൾ താൻ ഇപ്പോൾ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലും പ്രവർത്തകരുടെ വികാരവും മനസ്സിലാക്കിക്കൊണ്ട് രാജിവയ്ക്കുന്നു എന്ന നിലപാട് രാഹുൽ മാങ്കൂട്ടം സ്വീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൂർണ്ണമായും കള്ളത്തരത്തിലൂടെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം നടത്തുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയം വലിയ രീതിയിൽ ഉയർന്നു വന്ന ഘട്ടത്തിൽ, വിവാദങ്ങൾ വലിയ രീതിയിൽ ഉയരുന്ന സാഹചര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ അന്വേഷണം ഉണ്ടായിരിക്കുമെന്ന സംശയങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഗർഭചിത്രം നടത്തി എന്ന ഒരു പരാതി, ആ പരാതിയും നിലനിൽക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒപ്പം തന്നെ ബാലാവകാശ കമ്മീഷനും ഈ വിഷയത്തിൽ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു